Hey guys, welcome back to our YouTube channel Samir Photo Focus Vlog. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ കൂടലങ്ങാടി പാറമല്ല ഒരു അടിപൊളി വീടിൻ്റെ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി സിദ്ദീഖ് നാജിയ ദമ്പതികളുടെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു എക്സ്റ്റീരിയർ തന്നെ വരുന്നത്. പിന്നെ ഇവിടെ കുറേ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗേറ്റ് നല്ല ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു സ്വിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്പേസിൽ തന്നെയാണ് വരുന്നത്. ഇൻ്റർലോക്കാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് പോലെ കൊടുത്തിട്ട് ബോർഡറൊക്കെ കൊടുത്തുകൊണ്ട് ഗ്ലാഡിങ് ചെയ്തുകൊണ്ട് കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ വാള് വന്നിട്ട് വുഡിലാണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫില്ലറും കാര്യങ്ങളൊക്കെ വുഡിൽ തന്നെ വരുന്നത്. പിന്നെ ഇവിടേക്ക് ഒരു എക്സ്ട്രാ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പോർച്ചിൻ്റെയും സിറ്റ് ഔട്ടിൻ്റെ ഒരു പാർട്ടീഷൻ പോലെ അതിൻ്റെ നടുവിൽ ഒരു ഫ്രീ സ്പേസിൽ ഇവരിതാ ഫുട്വെയറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പ് വന്നിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. പിന്നെ ഫ്ലോർ എല്ലാതും മാർബിൾ ആണ് കേട്ടോ വരുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിന് 110 രൂപയാണ് വരുന്നത്. ഇവിടെ ഒരു 3-4 ഹോൾ ഇട്ടിട്ട് ലൈറ്റ് ഒക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ലപ്പോത്ര ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിനോട് അടുത്ത് വരുന്ന ആ ഒരു ബാക്ക് സൈഡിൽ ബോർഡർ ഒക്കെ കൊടുത്തുകൊണ്ട് പ്ലാന്റ് ഒക്കെ വെച്ചുകൊണ്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് വ്യൂ കിട്ടുന്ന ഭാഗത്തേക്കാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഏരിയയിലോട്ടാണ് വരുന്നത്. ലിവിങ് ഏരിയയിൽ തേക്കിൽ തുർക്കി ക്ലോത്തിൽ ഒരു 6 സീറ്റർ സോഫയാണ് വരുന്നത്. ഈ തുർക്കി ക്ലോത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം അബ്സോർബ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ടീപ്പോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സീബ്ര കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വിൻഡോസ് ഒക്കെ പാനൽ ചെയ്തിട്ടുണ്ട്. മുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഒരു സീലിംഗ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ ഒരു കീ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് റൂമിൽ നേരെ വരുമ്പോൾ ലേഡീസ് ലിവിങ് ഏരിയ ആണ് കേട്ടോ കാണുക. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടീഷൻ ആകുന്ന രീതിയിൽ ഇവിടെ ഒരു മൾട്ടി വുഡിൽ ബോക്സസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. സോഫ വരുന്നത് തുർക്കിഷ് ക്ലോത്തിൽ തന്നെയാണ്. ഇവിടെ പിന്നെ ഒരു TV യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നാണ് TV ഒക്കെ കാണാൻ ഹെൽപ്ഫുൾ ആവും. പിന്നെ ഇവിടെ കുറേ പ്രൈസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെയും സ്റ്റെയറിൻ്റെ ഒക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. മഹാഗണിയിൽ ട്രീറ്റ് ചെയ്ത ഒരു ഇതാണ് കേട്ടോ ഇവിടുത്തെ ചെയറും കാര്യങ്ങളും ടേബിളൊക്കെ വരുന്നത്. പിന്നെ ടേബിളിൻ്റെ ഗ്ലാസ് വന്നിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ വളഞ്ഞു വരുന്ന പകരം നമുക്ക് ഇതിലൂടെ ഫുഡും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഈ ഒരു TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു വാൾ ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. ഈ വാൾ ഡെക്കോറിൻ്റെ അടിയിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് DB ഒക്കെ മറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു വാൾ ഡെക്കോർ ക്യാൻവാസിൽ പെയിൻറ് ചെയ്താണ് കേട്ടത്. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വിൻഡോ ഒക്കെ പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബെഡ്റൂമിന്റെ സീലിംഗ് വന്നിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ എഞ്ചിനീയർ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബാത്റൂമിന്റെ മുകളിലുള്ള ഒരു ഫ്രീ സ്പേസ് ഒരു ഷെൽഫൊക്കെ വെച്ചിട്ട് ഒരു യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ മിററിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. 2 കോട്ടാണ് വരുന്നത് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ അടുപ്പിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇടും ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടുത്തെ വിൻഡോസും പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാർഡ്രോബ് വന്നിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് വരുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ ഒരു മിററും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് മേക്കപ്പിംഗ് ഏരിയ ആക്കിയിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആക്കിയിട്ടോ ഒക്കെ യൂസ് ആക്കാം. പിന്നെ ഈ ഒരു ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൻ്റെ ഡോർ വന്നിട്ട് ഈ ഒരു വാർഡ്രോബിനോടും അതേപോലെ തന്നെ ഈ ഒരു മൾട്ടി വുഡിനോടും സെയിം ആക്കിയിട്ടുള്ളൊരു ഫാബ്രിക്കേഷൻ്റെ ഡോറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കിച്ചൺ വരുന്നത്. ക്യാബിനറ്റ് എല്ലാതും ഫാബ്രിക്കേഷൻ വർക്കിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. നമുക്ക് ഉള്ളിലോട്ടുള്ള വ്യൂ കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ ടേബിൾ വന്നിട്ട് ഒരു 4 സീറ്റർ ടേബിളാണ് വരുന്നത്. മിൽക്കി വൈറ്റ് തന്നെയാണ് ടേബിളിൻ്റെ ഗ്ലാസ് വരുന്നത്.
പിന്നെ ഇവിടുത്തെ ഫ്രിഡ്ജ് വന്നിട്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്രിഡ്ജ് വരുന്നത്. മുകളിൽ ഫ്രിഡ്ജും താഴെ ഫ്രീസറും ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഈ ഒരു ഡോർ തുറന്നാൽ പുൾ ഔട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഉള്ളിലോട്ടാക്കി നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ലാഭിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ. പിന്നെ നമ്മൾ വർക്ക് ഏരിയയിലോട്ട് പോകുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ ഡൈനിങ് ഹാളിൽ നിന്ന് കണ്ട ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. കിച്ചണിൽ സെർവ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസ് ആയിട്ട് ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വർക്ക് ഏരിയയിൽ നമ്മുടെ ഈ തിണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഗ്രാനൈറ്റിലാണ്. പിന്നെ കുറച്ച് ക്യാബിനറ്റ് കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് കുറച്ച് ക്യാബിനറ്റ് ഉണ്ട്. അടുപ്പും വരുന്നുണ്ട്, സ്റ്റൗവും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചണിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിങ്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു താഴെ ആയിട്ടുള്ള ഈ ഒരു വിറക് വെക്കണ ഭാഗം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൻ്റെ മുകളിലും എല്ലാത്തിൻ്റെ സീലിങ്ങിലും വരുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിൻ്റെ ഇതിൽ 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ സ്റ്റെയർ വന്നിട്ട് മാർബിൾ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഹാൻഡിൽ വന്നിട്ട് വുഡും പിന്നെ ഇൻഡസ്ട്രിയൽ വർക്കുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തോടെ നമ്മളിങ്ങനെ കയറി പോകുന്ന ഭാഗത്ത് ഇവിടെ ഇരുമ്പാണ് കേട്ടോ വരുന്നത്. ഇരുമ്പിൽ പെയിൻറ് ചെയ്തതാണ്. മുകളിലെ ഫ്ലോർ വന്നിട്ട് താഴത്തെ കിച്ചണിൽ കണ്ട അതേ മാർബിളാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 ഹാങ്ങിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ ഈ ഒരു പാർട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു ഹാങ്ങിങ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പാർട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് അടിയിലോട്ട് നമ്മുടെ ലിവിങ് ഏരിയ ആണ് വരുന്നത്. പിന്നെ ആ ഒരു സൈഡിൽ 3 പറകളും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ബോക്സസ് ആക്കിയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിട്ടുണ്ടാവും ഈ ഒരു പാർട്ട്. ബെഡ്റൂം വന്നിട്ട് അത്യാവശ്യം വലിയ കോട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പ്രൈസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷെൽഫ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയയും പിന്നെ വാർഡ്രോബും വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മേക്കപ്പ് ഡ്രസ്സിങ് ഏരിയ ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. താഴത്തെ പോലെ തന്നെ ബാത്റൂമിൻ്റെ മുകളിലുള്ള ഫ്രീ സ്പേസിൽ ഒരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് ബെഡ്റൂം ആയിട്ടുള്ള കിഡ്സ് ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന ആ ഒരു വേലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. താഴെ പോലെ തന്നെ ഇവിടെയും DB മറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലോട്ട് പോയേക്കാം. പിന്നെ ഇവിടുത്തെ കോട്ട് വന്നിട്ട് ഡബിൾ കോട്ടാണ് വരുന്നത്. 2 മുകളിലും താഴെ ആയിട്ടാണ് വരുന്നത്. ഇവിടുത്തെ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് 2 കോട്ടും അതേപോലെ തന്നെ 2 പേർക്ക് പഠിക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു സീലിംഗിൽ ഒരു L ഷേപ്പ് കട്ടിങ് കൊടുത്തിട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. എല്ലാ റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള സിറ്റ് ഔട്ട് വരുന്നത്. മുകളിലെ ഇവിടെ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡോറാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പോർച്ചിൻ്റെ മുകളിലായിട്ടുള്ള ഈ ഒരു ഏരിയയിലൂടെ നമുക്ക് വേണമെങ്കിൽ സ്വിമ്മിങ് ഏരിയ ഒക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ബോക്സ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഉള്ളിൽ നിന്ന് പുറത്തുനിന്നും നല്ല വ്യൂ തന്നെയാണ് കേട്ടോ ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ കിച്ചണിൻ്റെ മുകളിലായിട്ടുള്ള ഈ ഒരു സ്പേസിലാണ് വാഷിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത്. വാഷ് ചെയ്ത ക്ലോത്ത്സ് ഒക്കെ ഇവിടെ തോരടാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും വരുന്നുണ്ട്. താഴെയൊക്കെ ടൈൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുകളിൽ മൊത്തം ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഹൗസ് ഓണർ ആയിട്ടുള്ള EC സിദ്ദിഖയ്ക്കും അതേപോലെ തന്നെ എഞ്ചിനീയർ ആയിട്ടുള്ള നൗഫാനയ്ക്കും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീടിൻ്റെ എത്ര കൊല്ലമായി എന്തൊക്കെയാണെന്നൊക്കെ പറയാം. ഏകദേശം 3 വർഷത്തോളമായി ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ സ്റ്റോപ്പ് ഉണ്ടായിട്ടുള്ളത് എന്താ വെച്ചാൽ പുട്ടി വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മാസമേ സ്റ്റോപ്പ് വർക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറിലാണെങ്കിലും സീലിംഗ് ആണെങ്കിലും ഒക്കെ കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെ മെറ്റീരിയലാണ് ഇവിടെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഇതിൽ ഇൻറ്റീരിയർ വർക്ക് മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ പ്ലൈവുഡ് ആകുമ്പോൾ പിന്നെ വർക്കുത്തം അതേപോലെ ചതൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ മൈക്ക ഒട്ടിച്ചിട്ടാണ് ഈ ഡിസൈന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ അതിൽ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഫുള്ള് പ്ലാസ്റ്റർ പാരീസിലാണ്. പ്ലാസ്റ്റർ പാരീസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ക്രാക്ക് ഒരു പരമാവധി ക്രാക്ക് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ നമ്മൾ തൂങ്ങുന്ന, അതായത് നമ്മൾ ചില ജിപ്സം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കമ്പി എവിടെയെങ്കിലും പൊട്ടി പോകുന്നാൽ തൂങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാം അവിടെയുള്ള രീതിയിലാണ് നമ്മൾ ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഒരുവിധം വെള്ളത്തിന് ചെറിയ അംശം ഉണ്ടെങ്കിലും
അത് നമുക്ക് പൊട്ടിപ്പോരുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ജിപ്സ് ആണെങ്കിൽ അത് മൊത്തം പൊട്ടിപ്പോയിട്ട് ആ ഷീറ്റ് തന്നെ മൊത്തം മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ ബെനിഫിറ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു 10-15 ദിവസം ഇത് ഉണങ്ങാൻ ടൈം എടുക്കും. അപ്പോൾ മറ്റേ ജിപ്സം ചെയ്യണ പോലെ ഇന്ന് സ്ക്രൂ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം തന്നെ നമ്മൾ പുട്ടിട്ട് ചെയ്യണ ആ കൺസെപ്റ്റ് ഇത് യോജിക്കൂല. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു വെയിറ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിനീയർ ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഇൻറ്റീരിയർ നല്ല ബ്യൂട്ടിഫുൾ ആക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കണ്ട് ഇക്കാൻ്റെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ ഷോപ്പ് എവിടെയാണെന്നൊക്കെ പറയാം. കൂട്ടനാട് ടൗണിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ട് പാർട്ടി റോട്ടിലാണ് നമ്മൾ ഓഫീസ് സ്ഥിതി ചെയ്യണത്. പിന്നെ മൊത്തം ഇൻറ്റീരിയർ വർക്കും അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കുമാണ് ഞങ്ങൾ മൊത്തമായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടിലങ്ങാടി ബിനായ ആർക്കിടെക്ചർ ഡിസൈൻ എന്നാണ് കമ്പനീൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇനി ഹൗസ് ഓണർ ആയിട്ടുള്ള സിദ്ദീഖിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവരുടെ വർക്ക് അതേപോലെ തന്നെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, ഞാൻ കൂട്ടിലങ്ങാടി സി കുഞ്ഞാക്കാൻ്റെ മോനാണ്, ചെറിയ മോനാണ് സിദ്ദീഖ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മഞ്ചേരിയാണ്, ബാങ്കിലാണ്. അവിടെ മഞ്ചേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. അവിടെ ബ്രാഞ്ചിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് 4 കുട്ടികളാണ്, 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. പിന്നെ ഈ ഒരു വർക്കിനെ പറ്റി എന്തൊക്കെയാണ് കാക്കാനോട് പറയാനുള്ളതൊക്കെ പറയും. ഉപ്പയും അതുപോലെ ഇത് അനിയനാണ്, അമ്മോൻ്റെ മോനാണ് നൗഫാനും ഉപ്പയും കൂടിയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഉഷാറായിട്ടുണ്ട്. നമ്മളെ ഹൗസ് വാമിങ്ങിന് വന്ന അധിക പേരും വർക്കിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ അത് കണ്ടിട്ടു. അപ്പോൾ ഈ ഒരു പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ചെറുപ്പം മുതലേ MSF യൂത്ത് ലീഗിലൊക്കെ പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തരുന്ന ഈ ഹൗസ് ഓണറിനും അതേപോലെ തന്നെ ഈ സപ്പോർട്ട് ചെയ്ത ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക്സ് ആണ്. അപ്പോൾ എന്തായാലും ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ.